എടാ ഭയങ്കര സർപ്രൈസ് ആയല്ലോ. ഫാൻസിന് മീറ്റപ്പ് എങ്ങനെ? ഭാവനയുടെ ഒരു ഫാൻസ് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഞാൻ ആങ്കർ, ഞാൻ അതിന് വന്നതാ. ഓണപ്പരിപാടിയാണോ? ഏകദേശം അങ്ങനത്തെ ഒരു പരിപാടി. പക്ഷെ ഭാവനയുടെ അല്ല, അത് പൂജയുടെ ഫാൻസിനെ കാണാൻ വേണ്ടി കുറച്ച് അമ്മമാരും ചേച്ചിമാരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പരിപാടി ആങ്കർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതെല്ലേ? ശരിക്കും എന്താ പരിപാടി? കൊള്ളാം. അപ്പൊ പരിപാടിയെ കുറിച്ച് വലിയ ഞാനൊന്നും ഇല്ലല്ലേ? എന്നാലേ ഇവിടെ ഭാവനയുടെയും പൂജയുടെ ഫാൻസ് മീറ്റ് മാത്രമല്ല നടക്കുന്നത്. ഇവിടെ കുറെ ചേച്ചിമാരും അമ്മമാരും ഉണ്ട്. അവരെ വെച്ചിട്ട് ഒരു നല്ല കളർഫുള്ള് പരിപാടിയും അതുപോലെ തന്നെ ഗെയിംസ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൽ ജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഗിഫ്റ്റ് ഐറ്റംസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട്. ആണോ? ഇത് നിനക്കറിയോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഇട്ട് നോക്കിയതാ. കൂടുതൽ നല്ല ഉരുളുണ്ട്. അതെ, ഈ പരിപാടി അറേഞ്ച് ചെയ്ത ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഞാനീ വെയിറ്റ് ചെയ്യുന്നത്. അത്രയോ നേരമായിട്ട് അവർ വന്നിട്ടില്ല. നമുക്ക് പോയി നോക്കിയാലോ? പരിപാടി കൊള്ളുന്നുണ്ട്. അതെ, വെയിലാണെങ്കിലോ നടന്നാ പോരെ. എന്തായിരിക്കും നമ്മുടെ ഫാൻസ് നമുക്ക് ഇല്ല, എന്റെ ഫാൻസും എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും. ഓണക്കിറ്റായാലും കുഴപ്പമൊന്നും ഇല്ല. എനിക്ക് എവിടെ നോക്കിയില്ലെങ്കിൽ ശബ്ദം കേൾക്കണ പെൺകുട്ടികളായിട്ടോ സന്തോഷമായി മാവേലിക്ക്. അല്ല, മാവേലി ഇങ്ങോട്ടാ. ഇവിടെ അടുത്തൊരു പഞ്ചായത്തിലെ പെൺകുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കണം. ഞാൻ അങ്ങോട്ട് പോകണേ. നിങ്ങളെന്താ? മാവേലിക്ക് പെരുത്ത സന്തോഷമായി. അടി വാങ്ങിച്ച് തരൂ. അങ്ങനെയൊന്നും ഇല്ലാന്നേ. അല്ല, ആ പരിപാടിയുടെ പേരെന്താ പറഞ്ഞ? പറഞ്ഞു കൊണ്ടുവരുന്നേ. പേരെന്താന്ന് അറിയാതെ പരിപാടിക്ക് വന്നിരിക്കുന്നത്. നിന്റെ താര വരുന്നു നാട്ടുമിടിക്കുക. വെറുതെ പിടിക്കല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് വരാനുണ്ട്. വരട്ടെ. പെണ്ണാണാവോ? അടി മേടിക്കും. ഈ മാവേലി വലിയ വയ്യാവേലി ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങോട്ട് പോയാലോ? അവരുടെ പണികൾ കാത്തിരിക്കുക. ഇങ്ങോട്ട് വരിക. അത് വേണ്ട. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ നീ കണ്ടുപിടിക്കണം. അതെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. അയ്യോ, നമസ്കാരം കേട്ടോ. എവിടെ പരിപാടി നടക്കുന്നത്? ഓഡിറ്റോറിയത്തിലാ. എന്നെ പോയി നമുക്ക് അങ്ങോട്ട് പോവാം. തൽക്കാലം നിങ്ങളൊരു ചായ കുടിച്ച് അവിടെ ഇരിക്കുക. എല്ലാം ഞാൻ സെറ്റാക്കാം. എന്നാ വരിക, നടക്കുക. വരിക. അപ്പൊ ഇന്ന് നിങ്ങളെ ഒരുപാട് നാളുകളായി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കളിവീട്ടിലെ പൂജയും പിന്നെ ഭാവനയൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ നമ്മുടെ ഒപ്പം ഈ വർഷത്തെ ഓണത്തിന്, ഈ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ ഓണത്തിന് നമ്മളോടൊപ്പം പൂജയും ഭാവനയും ഉണ്ട്. എന്നിട്ട് അവരെവിടെ? അവരിതാ ഇവിടെയുണ്ട്. ഒപ്പം മാവേലിയും ഉണ്ട്. സന്തോഷമായിരിക്കണോ? മാവേലിക്ക് സന്തോഷമായിരിക്കണോ? കുമ്പനിമാരുടെ ഒരു ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് പൂജയ്ക്കും ഭാവനയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. അതുപോലെ എല്ലാവരോടും ഞങ്ങൾ രണ്ടുപേരും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് തുടങ്ങിയാലോ? അതെ, സത്യം പറഞ്ഞാൽ ഞാൻ പൂജയുടെ ഫാൻസും അതുപോലെ തന്നെ അമ്മമാരെയും ചേച്ചിമാരെയും ഭാവനയുടെ ഫാൻസിനെ അമ്മമാരെയും ചേച്ചിമാരെയും കാണാൻ ഒറ്റയ്ക്കായിട്ട് കാണാന്ന് കരുതി വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ പിന്നെ കണ്ടുമുട്ടി. എന്നാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പരിപാടി അങ്ങോട്ട് കളറാക്കിയേക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ റെഡിയാണോ എല്ലാരും? ചേച്ചി ഈ കാര്യം ശ്രദ്ധിച്ചോ? എല്ലാവരും നല്ല സുന്ദരിമാരായിട്ടാ വന്നിരിക്കുന്നത്. ഓണം ആയി കഴിയുമ്പോൾ സ്പെഷ്യാലിറ്റിയാണ്. എല്ലാവരും മുല്ലപ്പൂ ഒക്കെ ചൂടി നല്ല സെറ്റ് ഭംഗിയായിട്ട്. അമ്മച്ചിനെ കണ്ടോ? എന്ത് സുന്ദരിയായിട്ടാ നിക്കണ നോക്കിയേ. അമ്മച്ചിക്ക് സെറ്റ് സാരിയുടെ ആവശ്യമില്ല, ആ ചീരി മാത്രം മതി.
മാവേലി കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് കളറാക്കി അങ്ങ് തുടങ്ങാം. എന്താ നിങ്ങളൊക്കെ റെഡി അല്ലേ? മക്കളെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും സീരിയലിൽ കാണുന്നേക്കാൾ സുന്ദരിമാര്. മാവേലി മോശമല്ല, മാവേലി സുന്ദരനാ. എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ഓണാശംസകൾ പറയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗെയിമുകളും ഗിഫ്റ്റുകളൊക്കെ തന്നെ നമുക്ക് കളറാക്കി അങ്ങ് അടിച്ചു പൊളിച്ച് തുടങ്ങിയാലോ? അപ്പൊ അങ്ങനെ പൊന്നാ നമുക്കൊരു ആർപ്പ് വിളിച്ചാലോ? ഒരു എനർജി വേണ്ട നമുക്ക് വേണ്ടിട്ട് അപ്പൊ തുടങ്ങല്ലേ? മാവേലും വിളിക്കും. പോയോ കുറച്ചു മുമ്പേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇതേ പൂജയെ കണ്ടത്. അപ്പൊ ആ വഴിക്ക് ഞാനിതേ നമ്മുടെ മെമ്പറെ കൂടെ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കുമെന്ന് പറഞ്ഞു. അതെന്ത് പരിപാടികളുണ്ട്? എന്താന്ന് വെച്ചാല് നിങ്ങൾ പൂജയും ഭാവനയും വരികയല്ലേ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തേക്കണെന്ന് വെച്ചാല് ഓണപ്പാട്ടുണ്ട്, നാടൻ പാട്ടുണ്ട്, ഒരു കൈകൊട്ടിക്കളിയുണ്ട്. അടിപൊളിയാക്കാനാണ് നമുക്ക് ഉദ്ദേശം. നിങ്ങളൊക്കെ വന്നേക്കല്ലേ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. അപ്പൊ നമുക്ക് ആദ്യം എന്താ തുടങ്ങണം പൂജ? എന്തായാലും സ്റ്റാർട്ടിങ് നമുക്കൊരു പാട്ട് കിട്ടാൻ മെമ്പർ എന്താണ് അവന് കൊറേ നേരമായി മെമ്പറെ വിളിക്കുന്നത്. മെമ്പറല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അതാണോ? ഗായ്സ്, എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഭാവനയ്ക്ക് വന്നൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എടപ്പള്ളി. പോരെ, ഞാൻ തിരുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓണപ്പാട്ട് പാടാനായിട്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടനെ സതിച്ചേച്ചി ക്ഷണിക്കുകയാണ്. ഞങ്ങളൊന്ന് മഹാബലി ഇവിടെ നിന്നോളൂ. അധികം അങ്ങനെ പോകണ്ട. ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ഇങ്ങോട്ട് വരിക. അയ്യോ, ഇത് എവിടെ പോയാലും പ്രശ്നമാണ്. ഇവിടെ അങ്ങോട്ട് കുറച്ച് ചെറിയൊരു പ്രശ്നം ഞങ്ങൾ നോക്കിക്കോളാം. മഹാബലി നാടു ഭരിച്ചിടുമ്പോൾ പട്ടിണിയില്ല, പരാതികളില്ല, കളവുമില്ല, ചതിവുകളില്ല, എള്ളോളം ഇല്ല പൊളി വചനം. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. ഇങ്ങനെ നാടു ഭരിക്കണ കണ്ട് ദേവന്മാർക്ക് അസൂയകൾ മൂത്ത് എങ്ങനെയെങ്കിലും ഇന്നിവന് കൊല ചെയ്യണമെന്ന മരാതികൾ ഓർത്ത് തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. ദേവന്മാരവരൊത്തൊരുമിച്ച് ചെന്നുടനെ വൈകുണ്ഠം തന്നെ മായാമയനോടായിട്ടെന്ന് ദേവന്മാരവർ സങ്കടമോദി. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. മഹാബലി ഇങ്ങനെ നാടു ഭരിച്ചാൽ സ്വർഗം എന്നത് ഇല്ലാതാകും. എങ്ങനെയെങ്കിലും അങ്ങവിടന്ന് സ്വർഗം രക്ഷിച്ചിടുക വേണം. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. ദേവകളുടെ സങ്കടമതു തീർപ്പാൻ വാമനനായ അവതാരമെടുത്ത് 3 അടി ഭൂമി ദാനം ചോദിച്ചവന് വധിച്ച് മോക്ഷം നൽകി. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. ചിങ്ങമാസത്തിരുവോണം നമ്മളോരെ കാണാൻ വരിക എന്നു പറഞ്ഞു മറഞ്ഞു സാക്ഷാൽ നാരായണനോ വൈകുണ്ഠേശൻ. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ. തെയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ തകതയ്യാരോ തെയ്യകതാരോ തെയ്യാരോ തെയ്യാരോ.
മതി. തെയ്യാറോ പാട്ടും ഭാര്യയും ഭർത്താവും പിള്ളേരെല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് തുടക്കം തന്നെ ഒരു എനർജി കിട്ടി. ഒരു വള്ളംകളിക്കൊക്കെ പോയ ഒരു ഞങ്ങൾക്ക് അല്ലെ ഓണം വന്നപ്പോഴത്തേന് ആ ഒരു 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 എന്താ പറയാ ഒരു ആർപ്പോ പോലെ തന്നെ നമുക്ക് തന്നെ ഒരു ഓണം വന്ന ഫീൽ ആയി കിട്ടിയത്. പക്ഷേ ഈ മാവേലി ഉണ്ടല്ലോ കുറച്ച് ഓവറായിരുന്നു. എന്റെ പ്രസിഡന്റ് ഈ പൂവാരൻ എവിടെ കിട്ടി മാവേലി എന്ന് പറഞ്ഞു പൂവാരൻ. അയ്യോ എന്ത് നല്ല മാവേലിയാണ്, ഇത്ര അഴകൊത്ത കണ്ടില്ലേ. കാര്യം പറയട്ടെ, ഈ പാട്ടിനിടയിൽ മാവേലി എന്താ ചെയ്തെന്നറിയോ? ഈ സെന്ററിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ കുറച്ച് എടുത്തോട്ടെ പോരാഞ്ഞിട്ട് ഈ അമ്മയടുത്ത് വന്നിട്ട് ഇങ്ങനെ തോന്നണ്ട വല്ല അതൊന്നുമല്ല, മാവേലി വർഷത്തിൽ ഒരിക്കലല്ലേ വരുന്നത്. ഇത്രയും സുന്ദരികളെ ഇങ്ങനെ കാണുമ്പോ ആരാണൊന്ന് നോക്കാത്തെ? പക്ഷെ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കില്ല. ഞങ്ങൾ നടത്തുന്ന പരിപാടിക്ക് അങ്ങനെ മാവേലി കാണിക്കാൻ പാടുണ്ടോ? ശരിയാണ്. ഞങ്ങളുടെ അടുത്തൊന്നും പോവരുത്. നിങ്ങളിൽ ആരൊക്കെയാണെന്നല്ല എല്ലാരും സീരിയൽ കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഞങ്ങളുടെ സീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എത്ര പേര് കാണുന്നുണ്ട്? അതൊക്കെ ഞങ്ങൾ വിശേഷം ചോദിക്കണ്ടേ? അതെ, ഒരു സുന്ദരിമണി എഴുന്നേറ്റിട്ടുണ്ട്. എന്തോ ഞങ്ങൾ രണ്ടുപേരിൽ ആരോടാ ചോദിക്കാനുള്ളത്? ഭാവനോട്. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സംഗീത. സംഗീത. ചോദിച്ചോ. സൂര്യൻ അന്വേഷിച്ചെന്ന് പറയാ. പറയാം, തീർച്ചയായിട്ടും പറയാം. ചേച്ചി അടിപൊളിയാണ്. എന്നോട് അറിയില്ല എന്താണ് ചോദിക്കും, കുട്ടികളെ ചോദിക്കും. അർജുൻ ചേട്ടനും അച്ഛനുള്ള കാര്യമാണ്. അങ്ങോട്ടോ എന്റെ കുഞ്ഞാണ്. പറ, സീരിയൽ കാണാറുണ്ടോ? ചേച്ചിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്താ ചോദിക്കാം? അർജുൻ ചേട്ടനും അച്ഛമ്മയ്ക്ക് സുഖമാണോ? ഒയ്യോ, സുഖമാണല്ലോ. അർജുൻ ചേട്ടൻ ജയിലിൽ നിന്ന് വന്നു. ഭയങ്കര അർജുൻ ചേട്ടൻ ജയിലിൽ നിന്ന് വന്നു. ചേച്ചിയുടെ കൂടെ ഉണ്ട് ഇപ്പൊ. അടിപൊളിയായിട്ട് ജീവിക്കുക. കുഞ്ഞുമക്കളെ കാണാറുണ്ടോ? ബാബേനെ ഇഷ്ടമാണോ? ചേച്ചി ഭയങ്കര സുന്ദരിയാണ്. ഹലോ, കുഞ്ഞു മനസ്സിൽ കള്ളമില്ലെന്നാ പറയാം. ആ കുഞ്ഞു മനസ്സിലും കള്ളമില്ല കേട്ടോ. പിന്നെ നമ്മുടെ അച്ഛന്റെ പെങ്ങള് ഉടുക്കുന്ന ഡ്രസ്സൊക്കെ നല്ല സൂപ്പറാ. നമ്മുടെ കൃഷ്ണ ചേച്ചിയാണ്. കൃഷ്ണ ചേച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൃഷ്ണ ചേച്ചി, അതെ, ഇത് കൃഷ്ണ ചേച്ചിയുടെ ഫാനാണ്. ചേച്ചിയുടെ സാരിയും ചേച്ചിയുടെ ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? ഫ്രഷ്മി. കൃഷ്ണ ചേച്ചിയുടെ ഫ്രഷ്മി ഫാനാണ്. അതെ, മോള് സൂര്യയെ കല്യാണം കഴിച്ചത് ഏതായാലും നന്നായി. ഞങ്ങൾ എന്നോർക്കും എപ്പോഴാണ് കല്യാണം, ഇപ്പോഴാണ് കല്യാണം വന്ന്. അതെ, അതങ്ങനെയല്ലേ പറയേണ്ടത്. സൂര്യ കല്യാണം കഴിച്ചത് ഞങ്ങൾ വഴിയാണ്. സൂര്യ പാവനും കല്യാണം കഴിച്ചത് ഞങ്ങൾ വഴിയാണ്. ഈ സാഹചര്യം കേട്ടോ, എങ്ങനെ പോയാലും എന്താണ്, അയ്യോ പാവം സൂര്യക്ക് വേറെ നല്ല പെങ്കൊച്ചിനും കിട്ടണം, നല്ലത്. ഞങ്ങൾ ചെന്ന് ഭാവനെ കെട്ട് അങ്ങനെ ഒന്നി കഷ്ടപ്പെട്ട് അവിടെ മണിയറെ കൊണ്ട് ഇരുത്തി കെട്ടി. ഞാൻ 3 കെട്ട് ഞാനാ കെട്ടിയത്. 1 മാത്രം സൂര്യ കെട്ടിയുള്ളൂ, ബാക്കി 2 കെട്ട് ഞാനാ കെട്ടിയത്. കഴിഞ്ഞു. ഞാൻ എവിടെ പറയും? കഴിഞ്ഞില്ലേ? അതാ ഞാൻ തിരിച്ചേട്ടോ. ഇതാണോ എല്ലാരും കല്യാണം കഴിപ്പിക്കാതെ? ഞാനും അർജുനും ബ്രോക്കറാണ്. എവിടെ കല്യാണം മുടക്കണോ ഞങ്ങളെ വിളിക്കും, കല്യാണം നടത്തണോ ഞങ്ങളെ വിളിക്കും, പാല് കാച്ചണോ ഞങ്ങളെ വിളിക്കും. എല്ലാവരും എഴുതി വെക്കാൻ പോകുന്നത് പൂജ അർജുൻ ഈ വീടിന്റെ ഐശ്വര്യം. ഹായ് ചേച്ചി. ഹലോ. രണ്ടുപേരും അടിപൊളിയാണ് കാണാൻ. പക്ഷെ വന്നപ്പോ തൊട്ട് എനിക്ക് റെബേക്ക ചേച്ചിയിലാണ് എന്റെ കണ്ണു മൊത്തം. വന്നപ്പോ തൊട്ട് എന്റെ കണ്ണു മൊത്തം ഡ്രസ്സിലായിരുന്നു. സോ അതെ, എവിടെന്നാ ഡിസൈൻ ചെയ്തതൊന്നും പറയാം. കണ്ണ് ആ കുട്ടി പറഞ്ഞത് കണ്ണ് ഡ്രസ്സിലായിരുന്നു എന്നാണ് പറഞ്ഞത്. മാവേലിയുടെ അടുത്താ പറഞ്ഞത്. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ചെയ്ത് തരുന്നതാ മതി. ശ്രദ്ധിക്കണം. മോളുടെ പേരെന്താ? ഐശ്വര്യ. കല്യാണം കഴിഞ്ഞാണോ? അതുകൊണ്ട് ചോദിക്കണേ. കല്യാണം കഴിഞ്ഞിട്ടോ? ഇതിനെ കുറിച്ച് കച്ചവടം നടത്തണോ ഞാൻ? കല്യാണം കഴിഞ്ഞാണോ? അയ്യോ, കല്യാണം കഴിഞ്ഞില്ല. ആ കച്ചവടം ഉറപ്പായി. ആലോചിച്ചാലോ? അന്വേഷിക്കുന്നത് പ്രത്യേകിച്ച് നീ ഓർത്ത് വെച്ച് മേടിച്ചോളാം കേട്ടോ. എല്ലാരും നോട്ട് ചെയ്തോണം. ഇത് കഴിഞ്ഞ കേട്ടോ, ബാക്കിയുള്ള ഞാൻ പറഞ്ഞു. റെബേക്കയുടെ പൊട്ടിക്കിൽ നിന്ന് ഒരു അരസ് കൊടുക്കാതെ പറ്റുണ്ട്. ഈ ഓണം പ്രമാണിച്ച് റെബേക്ക അത് കൊടുക്കുന്നതായിരിക്കും. എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ അങ്ങനെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത ആരാ ചോദിച്ചത്? ഇല്ല.
കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത് പോച്ചല്. അപ്പൊ നമുക്കിനി ഗെയിമിലേക്ക് പോയാൽ അതെ, നിങ്ങളുടെ വിശപ്പും അതുപോലെ തന്നെ മുഖത്തിലെ ഒരു expression ഒക്കെ കണ്ടിട്ട് അറിഞ്ഞ് ഞങ്ങൾ അതുപോലത്തെ ഒരു ഗെയിമാണ് ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞെട്ടും. ആ ഗെയിം എന്താന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയാം, ഓണത്തല്ലി. ഈ പരിപാടി കഴിയുമ്പോ ഒരു ഓണത്തല്ലുണ്ട്. പഴം തീറ്റ എന്നാണ് ആ ഗെയിമിന്റെ പേര്. ചെറിയൊരു തീറ്റ മത്സരം പോലെയൊക്കെ ഇരിക്കും. പക്ഷെ നമുക്ക് കുറെ പഴം ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പഴം ആരാണോ കഴിക്കുന്നത് അവര് വിൻ ചെയ്യും. സമയമുണ്ട് 2 മിനിറ്റ് കൊണ്ട് എത്ര പഴം തീർക്കുന്ന ഫിനിഷ് ചെയ്യുന്ന അവരാണ് വിന്നർ ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ തിന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തോന്നുന്നവരായിരിക്കണം. പോകുന്നുള്ളൂ. അതെ, 3 പേർ. Ready? 1, 2, 3. പോയാലും കുഴപ്പമില്ല, ഞാൻ എടുത്ത് വരാൻ ചേച്ചി. കഴിക്കുക. ഓക്കെ നേരോ ഞാൻ പിടിക്കാം. എനിക്ക് വരിക്കാം, ഞാൻ എടുത്തു തരാം. സമയം നോക്കുന്നുണ്ടോ ആരെങ്കിലും? പുറത്ത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തത് 3 പേർക്കല്ലേ? 3 കൊട്ടയിലാണെങ്കിലും അവസാനിച്ചിരിക്കുന്നത് 4 കൊട്ടയിലാണ്. ഞാൻ വിചാരിച്ചു ഇതും കഴിയുമായിരിക്കും. അതിൽ ബാക്കിയുള്ളത് 1 പുര മാത്രം. ഇതില് 1, 2, 3, 4, 5, 6 ഉണ്ടായിരുന്നു. ഇതില് 7, 8, 9, 10, 11, 12, 13, 14 ഉണ്ടായിരുന്നു. 15. മതി. നീ 6. ചേച്ചിയുടെ ബലം എന്താണെന്ന് പ്രേക്ഷകർ അറിയണം. തന്നെ ബേബി ക്രിസ്റ്റഫർ ചേച്ചിക്ക് ഫുൾ പഴം ഫിനിഷ് ചെയ്ത് കഴിക്കാം. രണ്ടാമത്തെ പഴം മാത്രം ബാക്കി വെച്ചോണ്ട് ഇന്ന് ബേബി ക്രിസ്റ്റഫർ അപ്പൊ എന്തായാലും നിങ്ങൾക്കും വലിയ കൺഗ്രാറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രൈസ് അനൗൺസ് ചെയ്യല്ലേ? ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ബേബി ചേച്ചിയും, സെക്കൻഡ് പ്രൈസ് ലിൻസി ചേച്ചിക്കും. അപ്പൊ ഫസ്റ്റ് പ്രൈസ് അമിസ്റ്റിയുടെ എക്സ്ക്ലൂസീവ്ലി ബ്ലെൻഡഡ് ഫോർ ടീ ലവേഴ്സ് അമിസ്റ്റി ആണ്. സെക്കൻഡ് പ്രൈസ് VB കായം പിക്കിൾസ്. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് വരുമ്പോണ്ടല്ലോ ഡബിൾ എനർജി ആയിട്ട് വരണം കേട്ടോ. അപ്പൊ ഞങ്ങള് പഴത്തിന് പകരം ചക്കയോ അങ്ങനെ വല്ലതൊക്കെ കൊണ്ടുവരാം. അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും അമിസ്റ്റി തരുന്നത്. ഓക്കെ, ലിൻസി ചേച്ചിക്ക് മണവും ഗുണവും രുചിയുള്ള ശരിയായ കായം VB കായം. ഓക്കെ, എനിവേ താങ്ക് യു ചേച്ചി, താങ്ക് യു. നിങ്ങളിപ്പോ സീരിയൽ അഭിനയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതല്ലാതെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. ഞാൻ ലോയറാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വലിയ പുള്ളിയാ. അതെ, ആരെങ്കിലും വല്ല കുത്തുകേസൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് തോറ്റു തരും. കുത്തുകേസ് മാത്രം പോരാട്ടോ, എല്ലാ കേസുകളും ഉണ്ടെങ്കിലും പോലെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്, എടപ്പള്ളി. ഹസ്ബൻഡിന്റെ വീട്ടില്, എന്റെ വീട് കോഴിക്കോട്. അടുത്ത ആള് എനിക്കില്ലാത്ത പരിപാടികളില്ല. ഇവർക്ക് ഒരു ബൊട്ടിക്കുണ്ട്, അതിന്റെ വലിയ മുതലാളിയാണ്. ഏത് പരിപാടിക്കാണെങ്കിലും ഇവിടെ വിളിച്ചാൽ മതി. ചേച്ചി എന്ത് ചെയ്യാ? ഞാൻ ആക്ച്വലി എനിക്കൊരു പ്ലേ സ്കൂൾ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ബ്രൈജീൻ ഡീഹൈഡ്രേറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. കാര്യത്തിലേക്ക് വലിയൊരു നിലയിലേക്ക് എത്തട്ടെ. അതെ, അത് ഞങ്ങൾ ചോദിച്ചോളാം. പോയി 2 മക്കളുണ്ട്, വന്നപ്പോ തുടങ്ങിയ മാവില്ല. ഇവിടെ ഞങ്ങളെ പോലെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാരൊക്കെയാ? എല്ലാവർക്കും താല്പര്യമുണ്ട്. താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയും ഇതേ ഒരു നവരസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ശൃംഗാര ഭാഗം. എങ്ങനെ കുട്ടി